नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 10 के इकाई 2 आयाम कलाम के बहाने के बारे में പഠിंगे. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സബ്സെ ബഡാ ഷോമാൻ എന്ന ചാപ്റ്ററും അതിൻ്റെ മോഡൽ പേപ്പേഴ്സും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതിൽ ഷെയർ ചെയ്യുന്നതാകും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുപഠിക്കണം. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഡോക്ടർ APJ അബ്ദുൽ കലാം. ശരിക്കും നമ്മൾക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്? ശരിക്കും നമ്മൾക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. കാരണം എന്താണ് നമ്മുടെ ആളുടെ ലൈഫ് തന്നെ ഈ കൺട്രിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അതുകൂടാണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റുമായിരുന്നു. ഇന്ത്യയിലെ 11ാമത്തെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഏത് വർഷമായിരുന്നു? 2002 തൊട്ട് 2007 വരെ ഹി വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അതുകൂടാണ്ട് അദ്ദേഹം ബൈ പ്രൊഫഷൻ ഹി വാസ് ആൻ എയ്റോസ്പേസ് സയൻറ്റിസ്റ്റ്. ഒരു എയ്റോസ്പേസ് സയൻറ്റിസ്റ്റും കൂടിയായിരുന്നു. അത് ആളുടെ ഒരു പ്രൊഫഷനായിരുന്നു. പക്ഷേ ഒരു നല്ല അധ്യാപകൻ, നല്ലൊരു ടീച്ചറും കൂടിയിട്ടായിരുന്നു. ആസ് വെൽ ആസ് എ വെരി ഗുഡ് റൈറ്റർ ഓൾസോ. നല്ലൊരു ലേഖകൻ കൂടി ആയിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. കുറേ നോട്ടബിൾ വർക്ക്സ് ഉണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ. നിങ്ങൾക്കറിയുമോ? ആർക്കെങ്കിലും ആ പേരുകളൊക്കെ ഓർമ്മ ഉണ്ടോ? വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, അല്ലെങ്കിൽ മൈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വിത്ത് പ്രമുഖ് സ്വാമിജി. ഇതൊക്കെ ആളുടെ കുറേ നോട്ടബിൾ വർക്ക്സ് ആണ്. അതുകൂടാണ്ട് അദ്ദേഹം ജനിച്ചത് എവിടെയായിരുന്നു? രാമേശ്വരം, തമിഴ്നാട്ടിൽ. ജനിച്ചതും വളർന്നതൊക്കെ അവിടെ തന്നെ. പഠിച്ചതും എന്താണ് പഠിച്ചത്? ഫിസിക്സും എയ്റോസ്പേസ് എഞ്ചിനീയറിങ്ങിനും കുറിച്ചിട്ടാണ് ആൾ പഠിച്ചത്. ഓൾമോസ്റ്റ് ഒരു 4 ഡിക്കേഡ്സ് ISROയിലും DRDOയിലും ആസ് എ സയൻറ്റിസ്റ്റ് ആൻഡ് സയൻസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇൻവോൾവ് ആയിരുന്നു. അദ്ദേഹത്തിനൊരു പേരുണ്ടല്ലോ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ആളെങ്ങനെയാണ് അറിയപ്പെടുന്നത്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് മിഹിർ പാണ്ഡെനെ കുറിച്ച് ഒന്ന് നോക്കാം. ആരാണ് ഈ ലേഖനം എന്ന് പറഞ്ഞാൽ ആയാം കലാം എഴുതിയിട്ടുള്ള ലേഖക് ആണ് മിഹിർ പാണ്ഡെ. ജന്മ 2 ഡിസംബർ 1985 ഉദയ്പൂർ. എപ്പോഴാണ് ജനിച്ചത്? 2 ഡിസംബർ 1985. എവിടെ? ഉദയ്പൂർ. ആപ്കാ ബച്പൻ ബനസ്ഥലി വിദ്യാപീഠ് മേ ബീത. ചെറുപ്പകാലം എവിടെയായിരുന്നു? ബനസ്ഥലി വിദ്യാപീഠ്. വിദ്യാപീഠ് എന്ന് പറഞ്ഞാൽ സ്കൂളാണ്. അവിടെയാണ് ചെറുപ്പകാലം സ്പെൻഡ് ചെയ്തത്. आपने दिल्ली विश्वविद्यालय में MA, MPhil, PhD आदि की उपाधियाँ ली. दिल्ली विश्वविद्यालय, ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് MA, MPhil, PhD ഇതിൻ്റെയൊക്കെ ഈ ഡിഗ്രീസൊക്കെ നേടിയത്. ആപ് ലോക്പ്രിയ സിനിമയ്ക്ക് അധ്യേത ഹെ. എന്താണ് ലോകപ്രിയൻ? വേൾഡ് ഫേമസ് സിനിമയുടെ അധ്യേത എന്ന് പറഞ്ഞാൽ റിസർച്ചറോ സ്കോളറോ ആണ് എന്നാണ് പറയുന്നത്. आपने नवभारत टाइम्स, तहलका और कथादेश के लिए हिंदी सिनेमा पर कॉलम लिखे. ഏതിലൊക്കെയാണ്? നവഭാരത് ടൈംസിലും തെഹൽക്ക, കഥയാദേശ്, ഇതൊക്കെ ന്യൂസ് പേപ്പേഴ്സാണ്. അപ്പോൾ അതിൽ ഹിന്ദി സിനിമേൻ്റെ കുറിച്ച് കോളംസ് എഴുതിയിട്ടുണ്ട്. കൈ പത്രികാ മേ ആപ്കെ ലേഖ് ഓർ നിബന്ധ് പ്രകാശിത് ഹെ. കുറേ പത്രത്തിൽ ആളുടെ ലേഖനങ്ങളും, നിബന്ധ് എന്ന് പറഞ്ഞാൽ ജനറലി ഒരു എസ്സേ മോഡൽ. അപ്പം കുറേ പത്രങ്ങളിൽ ആൾ സിനിമയെക്കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ് എന്നാണ് പറയുന്നത്. ആപ് സിനിമ പർ ആവാര ഹൂം ബ്ലോഗ് കാ സഞ്ചാലൻ കർത്തെ ഹെ. സിനിമ പർ പറഞ്ഞാൽ സിനിമയെക്കുറിച്ചിട്ട് ഒരു ബ്ലോഗിൻ്റെ പേരാണ് ആവാര ഹൂം. അതിനെക്കുറിച്ചിട്ടാണ് അതിൽ എഴുതുന്നത് പേപ്പേഴ്സിലൊക്കെ. ചാപ്റ്ററിലേക്ക് ഇനി നമ്മൾക്ക് കടക്കാം. ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാथी था मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेज़ी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था. एक OOLOOK लुक यानी लुक के देखना. नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी
बैठने की जगह भी साथ थी। वही मोरपाल जिसके मेरे खाने के डिब्बे में राजमा देखते ही बाँझें खिल जाती थी। हमारा सौदा था कि खेल घंटी के खाने की अदला बदली का। गांव के स्कूल में मेरा एक साथी था മോർപാൽ. നാട്ടിലെ സ്കൂളിൽ എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു. സാഥി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. ആളുടെ പേരായിരുന്നു മോർപാൽ. वही मोरपाल जिससे एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था LOOK ലുക്ക് യാനി ലുക്ക് देखना. ഈ മോർപാൽ തന്നെയായിരുന്നു ഒരു പ്രാവശ്യം എന്താണ് ഇംഗ്ലീഷ് ടീച്ചർ, അംഗ്രേജി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാസ്റ്റർ ടീച്ചർ. ആളുടെ പേരാണ് തിവാരി. ടീച്ചർ ലുക്ക് എന്ന വേർഡിൻ്റെ മീനിങ് ചോദിച്ചു. മത്ലബ് എന്ന് പറഞ്ഞാൽ മീനിങ്, സഹി ഹിജ്ജ എന്ന് പറഞ്ഞാൽ ഹിജ്ജ എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ്, അതിൻ്റെ മീനിങ്ങും കറക്റ്റ് സ്പെല്ലിങ്ങും ചോദിച്ചപ്പോൾ മോർപാൽ എന്താണ് പറഞ്ഞത്? LOOK ലുക്കിൻ്റെ സ്പെല്ലിങ് ശരിയാണ് പറഞ്ഞത്. ലുക്ക് യാനി ലുക്ക് ദേഖ്ന, അവിടെ എവിടെയായി നോക്കാൻ എന്നുള്ളൊരു രീതിയിലാണ് ആൾ അതിൻ്റെ ഒരു മീനിങ് പറഞ്ഞത്. नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारे बैठने की जगह भी साथ थी. രണ്ടാളുടെയും പേര് എം വെച്ചിട്ടായിരുന്നു, മോർപാൽ മിഹിർ. അപ്പോൾ ആൽഫബറ്റ്, ഫസ്റ്റ് ആൽഫബറ്റ് സെയിം ആയത് കണ്ട് പെഹല അക്ഷർ സെയിം എന്ന് പറഞ്ഞാൽ അത് രണ്ടും സെയിം ആയത് കാരണം, വജ എന്ന് പറഞ്ഞാൽ കാരണത്താൽ ക്ലാസ്സിൽ ആ സമയത്ത് ഇപ്പോഴത്തെ പോലെ ബെഞ്ചും അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ദരിപ്പെട്ടി എന്ന് പറഞ്ഞാൽ പർവ്വതാനി, അവിടെ ഇരിക്കുമ്പം നമ്മൾ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് ഇരുന്നിരുന്നത്. വഹി മോർപാൽ ജിസ്കി മേരെ ഖാനെ കി ഡിബ്ബെ മേ രാജ്മ ദേഖ്തേ ഹി ഭാഞ്ചെ ഖിൽ ജാതി थी. ഈ മോർപാലിന് എന്താണ് മിഹിർ, നമ്മുടെ ഈ ലേഖക് റൈറ്ററിൻ്റെ ലഞ്ച് ബോക്സിൽ, ഡിബ്ബെ ഉദ്ദേശിക്കുന്നത് ലഞ്ച് ബോക്സാണ്, അതിൽ രാജ്മ എന്ന് പറഞ്ഞാൽ കിഡ്നി ബീൻസ് ആണ്. ബ്രൗൺ കളറിൻ്റെ കുറച്ച് വലുതായിട്ടൊരു പൾസ് പോലെ ബീൻസ്, കിഡ്നി ബീൻസ് എന്നാണ് അതിന് പറയാം. അത് ഈ നോർത്തിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്, രാജ്മ ചാവലൊക്കെ. അപ്പോൾ ഈ രാജ്മ കാണുമ്പോൾ തന്നെ ആൾക്ക് ഭാഞ്ചയെ കിഴത്ത് പറഞ്ഞാൽ ഭയങ്കര പ്രസന്നത, ഭയങ്കര സന്തോഷമാകും ആ ഒരു ലഞ്ച് ടിഫിൻ ബോക്സിൽ രാജ്മ കണ്ടാൽ. ഹമാര സൗദാ ഥാ കി ഖേൽ പട്ടി മേ ഖാനെ കി അദ്ലാ ബദലി കാ. എന്തായിരുന്നു അവർ തമ്മിലുള്ള ഒരു ഡീല്? സൗദ എന്ന് പറഞ്ഞാൽ ഒരു ഡീലാണ്. എന്ത്? ഖേൽ ഘണ്ടി, PT സമയത്ത് ഫുഡ്, മോർപാലിൻ്റെ ഫുഡ് മിഹിറിനും കൊടുക്കും, ലേഖകൻ്റെ ഫുഡ് മോർപാൽക്കും കൊടുക്കാൻ ചേഞ്ച് ചെയ്യണം. അദ്ലാ ബദലി എന്ന് പറഞ്ഞാൽ മാറ്റുക. അപ്പം അതായിരുന്നു അവർ തമ്മിലുള്ളൊരു ഡീല്. यानी मेरे टिफ़िन के राजमा चावल उसके और उसके घर से आया बड़ा सा छाछ का डिब्बा मेरा. उसे पता था कि छाछ मेरी कमज़ोरी है. എൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ടിഫിൻ, ഞാൻ കൊണ്ടുപോകുന്ന ടിഫിൻ രാജ്മ ചാവൽ ആൾക്കും കൊടുക്കും. അദലാ ബദലി എന്ന് പറഞ്ഞാൽ ഒരു ടിഫിൻ മാറ്റുകയായിരുന്നില്ലേ. എൻ്റെ രാജ്മ ചാവൽ എന്ന് പറഞ്ഞ ചോറാണ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നോർത്തിലൊരു ഫേമസ് ആയിട്ടാണ് ഈ രാജ്മ ചാവൽ, അവരുടെ ഒരു ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ആ രാജ്മ ചാവൽ മിഹിർ മോർപാലിനും കൊടുക്കും. മോർപാൽ കൊണ്ടുവരുന്ന ബടാസ ഛാച്ച് എന്ന് പറഞ്ഞാൽ മോരാണ്, മോരും വെള്ളം പോലെയാണ് ഈ ഛാച്ച് കാ ഡിബ്ബ മേര, ആൾ കൊണ്ടുവരുന്ന ഛാച്ചിൻ്റെ ഡിബ്ബ ഞാനും എടുക്കും. ഉസേ പത്താ ഥാ കി ഛാച്ച് മേരി കംസോരി ഹെ. അവനറിയാമായിരുന്നു ഛാച്ച് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. കംസോരി എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്. मुझे मोरपाल से मिलने से पहले कतई अंदाज़ा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी खास हो सकती है. मोरपाल ने मेरे टिफ़िन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज़ स्कूल आता था. मैं आज तक नहीं जान पाया कि कैसे वो उस छाछ के डिब्बे को रोज़ 15 किलोमीटर बिना ज़रा भी छलकाए लिए आता था. मुझे मोरपाल से मिलने से पहले
कतई अंदाज़ा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी ഖാസ് हो सकती है. മോർപാലിനെ കാണുന്നതിന് മുമ്പ് എനിക്ക് തീരെ ഒരു ഐഡിയ, അന്താസം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല രാജ്മ പോലത്തെ ഒരു നോർമൽ, സാമാന്യം എന്ന് പറഞ്ഞാൽ വളരെ സാമാന്യമായ നോർമലായിട്ടുള്ള ഒരു സാധനം ഒരാൾക്ക് ഇത്രയും സ്പെഷ്യലാകുമോ, ഖാസ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പെഷ്യലാകാൻ കഴിയുമോ എന്ന്. मोरपाल ने मेरे टिफ़िन बॉक्स से में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. മോർപാൽ എന്തായിരുന്നു, ഈ രാജ്മ നമ്മുടെ ലേഖകൻ്റെ ടിഫിനിൽ വെച്ച് കണ്ടതിനേറ്റു മുമ്പ് ഇതേവരെ രാജ്മ ആ കുട്ടി കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കാണുന്നത് ഈ ടിഫിനിലാണ്, അതിനേക്കാൾ മുമ്പ് ഇത് കണ്ടിട്ട് പോലുമില്ല. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से സൈക്കിൾ ചലാത്ത റോജ് സ്കൂൾ ആത്ത. അതിന് എവിടെ നിന്നാണ് വരുന്നത്? സ്കൂളിൽ നിന്ന് 15 കിലോമീറ്റർ 15 കിലോമീറ്റർ ദൂരെ നിന്ന് ഏതൊരു ഗ്രാമത്തിൽ നിന്നാണ്. എങ്ങനെയാണ് വരിക? സൈക്കിൾ റൈഡ് ചെയ്തിട്ടാണ് ആ കുട്ടി എന്നും സ്കൂളിലേക്ക് വരുന്നത്. സൈക്കിൾ ഓടിച്ചിട്ടാണ് എന്നും വരുന്നത്. मैं आज तक नहीं जान पाया कि कैसे वो उस छाछ के डिब्बे को रोज़ 15 किलोमीटर बिना ज़रा भी छलकाई लिए आता था. അവൻ ഇതേവരെ മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ഈ മോർപാൽ 15 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ച് വരിക. അതും എന്താണ് കൊണ്ടുവരുന്നത്? മോരും വെള്ളം. ആ മോരും വെള്ളം ഈ 15 കിലോമീറ്ററിലും ഒരു ഇറ്റ് പോലും തുളുമ്പാതെ ചൽക്കായ എന്ന് പറഞ്ഞാൽ തുളുമ്പുക, തുളുമ്പാതെ ആ മോരും വെള്ളം എങ്ങനെയാണ് ഈ 15 കിലോമീറ്ററും സൈക്കിൾ ഓടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നാണ് ആൾ ചിന്തിക്കുന്നത്. मैं स्कूल जाने में रोया करता, रोज़ नए बहाने बनाया करता और जब तेज़ बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता. मैं स्कूल जाने में रोया करता. ഞാൻ എന്നും സ്കൂളിൽ പോകാൻ കരയായിരുന്നു. റോന എന്ന് പറഞ്ഞാൽ കരയുക. റോസ് നയ ബഹാനെ ബനായ കർത്ത. എന്നും ഓരോരോ റീസൺസ്, കാരണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. നയ ബഹാനി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാരണങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. और जब तेज़ बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती. ചില ദിവസം എന്താ നല്ല മഴ പെയ്യുന്നത് കാരണം എന്താ വെള്ളത്തിലൊക്കെ ആ വഴിയിലൊക്കെ വെള്ളം നിറയും സ്കൂളിൽ പോണ വഴിയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്താവും, സ്കൂളിൽ ലീവാക്കും, അവർ ഹോളിഡേ ഡിക്ലെയർ ചെയ്യും. ചുട്ടി എന്ന് പറഞ്ഞാൽ ഹോളിഡേ. ബാരിഷ് മഴ, നല്ല മഴ, തേസ് മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അപ്പോൾ എന്താവും, രാസ്തേ വഴി, സ്കൂളിലത്തെ വഴികളിലൊക്കെ വെള്ളം നിറയും. പാനി ഭർജാന എന്ന് പറഞ്ഞാൽ വെള്ളം നിറയുക. അപ്പോൾ അത് കാരണം സ്കൂളിൽ ലീവാകും. തുമേ ഘർ പർ നാച്ചാ കർത്ത. അപ്പം ഞാൻ വീട്ടിലിരുന്നിട്ട് എന്താ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. നൃത്യം, നാച്ച എന്ന് പറഞ്ഞാൽ നൃത്യം, ഇതിൽ ഉദ്ദേശിക്കുന്ന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും എന്നാണ്. लेकिन मैं समझ नहीं पाता था कि मोरपाल और उसके जैसे मेरे कई और सहपाठी बिना नागा रोज़ स्कूल क्यों चले आते थे. उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता था. എന്താണ് പറയുന്നത്? ലേക്കിൻ मैं समझ नहीं पाता था कि എനിക്ക് പക്ഷേ മനസ്സിലായിരുന്നില്ല എന്ത് कि മോർപാലും ഉസ്കെ ജैसे मेरे कई और साथी. മോർപാലും അങ്ങനെ തന്നെ എൻ്റെ വേറെ കുറേ സഹപാഠികളും, എന്നാൽ എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ ബിനാ നാഗ, ഒരു ആബ്സെൻസ് ഇല്ലാണ്ട്, നാഗ എന്ന് പറഞ്ഞാൽ വിതൗട്ട് ആബ്സെൻസ്, റോസ് സ്കൂൾ ക്യൂ ചലയാതെ थे. എല്ലാ ദിവസവും എന്തിനാ ഈ സ്കൂളിലേക്ക് വന്നിരുന്നത്, മഴയായാലും എന്തായാലും അവർ സ്കൂളിലെത്തും. ഉनको स्कूल को लेकर प्रेम इतना गहरा था कि അവർക്ക് ആ സ്കൂളിനെ കുറിച്ച് എന്തായിരുന്നു, ഭയങ്കരമായിട്ട് അവർക്ക് പ്രേമമായിരുന്നു സ്കൂള് എന്ന് പറയുന്നത്. അത്രയും ഡീപ്പായിട്ടുള്ള പ്രേമമായിരുന്നു. रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता था. അവർക്ക് എന്താണ്, രവിവാർ സൺഡേയിലത്തെ ആ ഒരു ലീവ് ഉണ്ടാവില്ലേ, അവർക്ക് ആ ആഴ്ചയിലെ ഏറ്റവും ബാഡ്, ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ദിവസം ആയിരുന്നു. ഹഫ്ത എന്ന് പറഞ്ഞാൽ വീക്ക്, സബ്സെ ബുറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ദിവസം, മോശപ്പെട്ട ദിവസം എന്നായിരുന്നു അവർ പറയുന്നത്. छुट्टी എന്ന് പറഞ്ഞാൽ ലീവ് അല്ലെങ്കിൽ ഹോളിഡേ. मैं स्कूल की नीली काफ़ी यूनिफॉर्म में हमेशा चिढ़ा करता था और उसे पहनना हमेशा टाला करता था.
वही मोरपाल मुझे जब भी दिखा हमेशा वही स्कूल की यूनिफॉर्म पहने ही दिखा। एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली खाकी स्कूल യൂണിഫോം पहने देख मैं हैरान रह गया था. എന്താണ് കവി ലേഖക് പറയുന്നത്? मैं स्कूल की नीली खाकी യൂണിഫോം से हमेशा चिड़ा करता था. പറഞ്ഞാൽ എനിക്ക് ആ സ്കൂളിലത്തെ ഒരു യൂണിഫോം ഉണ്ടല്ലോ, ബ്ലൂവും ഒരു കാക്കി കളറിൻ്റെ ഒരു യൂണിഫോം, എനിക്ക് എപ്പോഴും അതിനോട് ഭയങ്കര വെറുപ്പായിരുന്നു, ഇറിറ്റേഷൻ ആയിരുന്നു. ചിടന എന്ന് പറഞ്ഞാൽ വെറുപ്പ്, ഇറിറ്റേഷൻ. और उसे पहनना हमेशा टाला करता था. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കാൻ നോക്കും. ടാല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. വഹി മോർപാൽ മുझे जब भी दिखा, പക്ഷേ എനിക്കോ പക്ഷേ എപ്പോഴും ആ മോർപാൽ ഞാൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഹമേഷ വഹി സ്കൂൾ की യൂണിഫോം पहने ही दिखा, എപ്പോഴും എനിക്ക് അവനെ ആ സ്കൂൾ യൂണിഫോമിലെ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. एक बार तो मुझे याद है मोहल्ले की किसी शादी में भी उसे वही नीली खाकी स्कूल യൂണിഫോം पहने देख मैं हैरान हो गया. എനിക്കൊരു പ്രാവശ്യം നല്ല ഓർമ്മയുണ്ട്. അവിടുത്തെ ഒരു മൊഹല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്ട്രീറ്റിലെ അവരുടെ ഒരു കല്യാണത്തിന്, ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്, ഞാൻ അവനെ ആ ബ്ലൂ ഖാക്കി സ്കൂൾ യൂണിഫോമിൽ തന്നെ ഇട്ടിട്ട് തന്നെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി. ഹെറാൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു പോയി. ഒരു കല്യാണത്തിന് പോലും ആ കുട്ടി ആ യൂണിഫോമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. യഹ് മുझे बहुत बाद में समझ आया कि जिस स्कूल में मैं बिताए समय को मैं अपने बचपन का सबसे ख़राब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. घर की कमर तोड़ मेहनत और खेत मजदूरी से इतर दिन का ऐसा एकमात्र समय जब वह बच्चा बन रह सकता था. मेरे लिए स्कूल यूनिफॉर्म बोझ थी. मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाज़ारों से ख़रीदा था. लेकिन मोरपाल के पास एकमात्र कमीज़ पैंट का नया जोड़ा वह नीली खाकी स्कूल यूनिफॉर्म ही थी. स्वाभाविक था कि वह उसे ही शादी में पहन कर आ था. എന്താണ് പറയുന്നത്? ये मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपना बचपन का सबसे ख़राब समय समझा करता था. എനിക്കിത് കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. സമജ്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാകുക. कि जिस स्कूल के बिताए समय को, ഈ സ്കൂളിൽ സ്പെൻഡ് ചെയ്യുക, ബിത്താന എന്ന് പറഞ്ഞാൽ സ്പെൻഡ് ചെയ്ത സമയം, എനിക്ക് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ, ബച്പൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലങ്ങളിൽ, സബ്സെ ഖറാബ് സമയം സമജ്ത, ഏറ്റവും മോശപ്പെട്ട സമയമായിട്ടാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്തിരുന്നത്. शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. ചിലപ്പം മോർപാലിനെ ആ നിമിഷങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമായിട്ട് തോന്നിയിരുന്നത്. എന്തുകൊണ്ടാണ്? घर की कमर तोड़ मेहनत और खेत मजदूरी. എന്തായിരുന്നു ആൾക്ക് ഭയങ്കരമായിട്ട് ടഫായിട്ടുള്ള വർക്കാണ്. കമർ തോട് എന്ന് പറഞ്ഞാൽ നമ്മൾ വയ്യാണ്ടാകുന്ന തരത്തിലുള്ള വർക്ക്. എന്താണ് ഖേത്തി മജ്ദൂരി? ഖേത്തി മജ്ദൂരി ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് കുറേ വർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വർക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു സമയം, एकमात्र समय जब वह बच्चा बना रह सकता था. എപ്പോഴായിരുന്നു? ഈ സ്കൂളിൽ പോകുന്ന ഒരു സമയമായിരുന്നു ആൾക്ക് കുറച്ച് ഒരു കുട്ടിയാണ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടിയിരുന്നത്. അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ വരുമ്പോഴാണ് ശരിക്കും മോർപാലിനെ ഫീൽ ചെയ്തിരുന്നത് അവനും ഒരു കുട്ടിയാണ്. ആ സ്കൂളിലിരിക്കുന്ന ആ ഒരു നിമിഷങ്ങളിൽ മാത്രമേ അവനത് റിയലൈസ് ചെയ്തിരുന്നുള്ളൂ. മേരെ ലിയെ സ്കൂൾ യൂണിഫോം ബോജ് ഥ. നമ്മുടെ ലേഖകന് എന്തായിരുന്നു? ആ സ്കൂൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു ബോജായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. ഒരു ബേർഡൻ പോലെയായിരുന്നു. ബോജ് എന്ന് പറഞ്ഞാൽ ബേർഡൻ, ശരിക്കും പറഞ്ഞാൽ ആൾക്കൊരു ബേർഡൻ ആയിരുന്നു. മേരെ പാസ് ഉസ്സെ ബെഹത്തർ കപ്പടേ ഥേ. പക്ഷേ എന്തായിരുന്നു? ആൾക്ക് ഇതിനേക്കാൾ കുറേ നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ബെഹത്തർ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाज़ारों से ख़रीदा था.
എൻ്റെ ഇഷ്ടത്തിന് ജിസെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വലിയ വലിയ ടൗണിലൊക്കെ പോയിട്ട് വലിയ കടകളിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ബസാർ എന്ന് പറഞ്ഞാൽ കട, ബഡേ ബസാർ എന്ന് പറഞ്ഞാൽ വലിയ കടകളിൽ നിന്ന് ഖരീദ വാങ്ങിക്കുക. ബഡേ ഷെയർ എന്ന് പറഞ്ഞാൽ വലിയ ടൗണുകളിലൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, മേരെ പസന്ദ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു. ലേക്കിൻ മോർപാൽ के पास एकमात्र कमीज पैंट का नया जोड़ा वो नीली खाकी स्कूल യൂണിഫോം ही था. പക്ഷെ മോർപാലിനെ സംബന്ധിച്ച് എന്തായിരുന്നു, ആളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു നല്ല ഡ്രസ്സ് എന്ന് പറയാൻ ആ പാൻറ്റും ഷർട്ടും, കമീസ് പാൻറ് എന്ന് പറഞ്ഞാൽ പാൻറ്റും ഷർട്ടും, ആ ഒരു പുതിയ നീലി ഖാക്കി സ്കൂൾ യൂണിഫോം മാത്രമായിരുന്നു. നീലി ഖാക്കി, ആ നീലയും ഖാക്കിയും സ്കൂൾ യൂണിഫോം മാത്രമായിരുന്നു മോർപാലിനൊരു നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രസ്സ് ജോഡിയായിട്ട് പറയാനുള്ളത്. स्वाभाविक था कि वह उसे ही शादी में पहन कर आएगा. നാച്ചുറൽ, സ്വാഭാവികം എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് നാച്ചുറൽ. ആളുടെ ആകെയുള്ളൊരു ഡ്രസ്സ് അതാണ്. അപ്പോൾ ആ കുട്ടി ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയല്ലേ കല്യാണത്തിന് വരുള്ളൂ, അല്ലാണ്ട് വേറെ ഡ്രസ്സ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക. അപ്പോൾ അത് നാച്ചുറൽ ആയിരുന്നു. ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടേ ആ കുട്ടി കല്യാണം അറ്റൻഡ് ചെയ്യാൻ വരികയുള്ളൂ. നീൽ മാധവ് പാണ്ഡ की आई एम कलाम देखते हुए मुझे अपना बचपन बहुत याद आया. നീൽ കലാം പാണ്ഡയുടെ ഐ ആം കലാം അത് കാണുമ്പം എനിക്ക് എൻ്റെ ചെറുപ്പകാലമാണ് വളരെയധികം ഓർമ്മ വരുന്നത്. ബച്പൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം, യാദായ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. ക്യോങ്കി യെ ഫിലിം ഭി ഉൻഹി വിലോമോ കെ ബാരെ മേ ബാത് കർത്തി ഹെ. ഈ ഫിലിമും ആ വിപരീതങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. വിലോം എന്ന് പറഞ്ഞാൽ വിപരീതങ്ങൾ. ജിസ്സെ മേരെ ബച്പൻ കെ സബ് കിസ്സെ ബനെ ഹെ. ഇതിനെക്കുറിച്ചാണ് എൻ്റെ ചെറുപ്പകാലത്തെ മിക്ക കഥകളും ഇതിൻ്റെ റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. കിസ്സ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങൾ, സംഭവങ്ങൾ, അല്ലെങ്കിൽ കിസ്സ എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ. ഹമാര നായക് കലാം ചായ് കി ദുക്കാൻ മേ കാം കർത്താ ഹെ. നമ്മുടെ നായകൻ, നായകൻ എന്ന് പറഞ്ഞാൽ ഹീറോ, നായകൻ കലാം എന്താണ്, ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. ചായ് കി ദുക്കാൻ എന്ന് പറഞ്ഞാൽ ചായക്കട. ഉസ്ക സപ്ന ഹെ സ്കൂൾ ജാന. ആളുടെ സ്വപ്നം എന്താണ്, സ്കൂളിൽ പോകുകയാണ് സ്വപ്നം. പിന്നെ എന്താണ്, ടി വി മേ ദേഖിയെ ലംബെ ബാലോം വാലെ രാഷ്ട്രപതി കലാം സവർണ. ടി വിയിൽ കാണുന്ന നമ്മുടെ രാഷ്ട്രപതി ആരാണ്, കലാം. ആളെ പോലെ, ലംബെ ബാൽ എന്ന് പറഞ്ഞാൽ വലിയ മുടിയുള്ള കലാമിനെ പോലെ ഒരു ആളാകണം എന്നാണ് കലാം, ഈ കുട്ടിയുടെ ഒരു സ്വപ്നം. ലേക്കിൻ ഫിലിം മേ ഏക് ഓർ ബച്ചാ ഭി ഹെ. പക്ഷേ ഈ ഫിലിമിൽ വേറൊരു കുട്ടിയുണ്ട്. അതാരാണ്, ഠാണി കെ റാണ ക ബേട്ട റൺ വിജയ്. ഠാണിയിലെ റാണയുടെ മകൻ, ബേട്ട എന്ന് പറഞ്ഞാൽ മകൻ, റൺ വിജയ്. ജിസെ സ്കൂൾ ജാന കത്തായി പസന്ദ് നഹീ. ആ കുട്ടിക്ക് എന്താ സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമില്ല. കത്തായി എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ല. വഹി സ്കൂൾ ജോ റൺ വിജയ് को परीक्षा का डर दिखाकर भयभीत करता है. ആ സ്കൂൾ തന്നെ, ഏത് സ്കൂളാണ്, റൺ വിജയനെ പരീക്ഷയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഭയഭീത് പറഞ്ഞാൽ പേടിപ്പിക്കുക. പരീക്ഷ കാ ഡർ ദിഖാക്കർ, പരീക്ഷയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുന്നു. അത് തന്നെ, ആ സ്കൂൾ തന്നെയാണ് കലാം കോ അലഗ് ജീവൻ ബേഹത്തർ ജീവൻ കാ സപ്ന ദിഖാത്ത ഹെ. ഇവിടെ റൺ വിജയനെ പരീക്ഷയുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് സ്കൂൾ. ആ സ്കൂളിൽ തന്നെ കലാമിന് എന്താണ് ചെയ്യുന്നത്, നല്ലൊരു ജീവിതം അല്ലെങ്കിൽ ഒരു ബെറ്റർ ജീവിതം. അലഗ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വേറെ ജീവിതം, ബെഹത്തർ ജീവൻ എന്ന് പറഞ്ഞാൽ ബെറ്റർ ജീവൻ, അതിൻ്റെ സ്വപ്നമാണ് കലാമിനെ ഇവിടെ കാണിക്കുന്നത്. ഫിലിം മേ ഇൻ ദോനോ ബച്ചോं की पहली मुलाकात के वक्त के संवाद भी बड़े मज़ेदार हैं. ഫിലിമിൽ ഈ കുട്ടികൾ തമ്മിലുള്ള ഫസ്റ്റ് കൺവേഴ്സേഷൻ, സംവാദ് എന്ന് പറഞ്ഞാൽ കൺവേഴ്സേഷൻ, ഈ കുട്ടികൾ തമ്മിലുള്ള മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും മീറ്റ് ചെയ്യുമ്പം ഉള്ള സമയത്തെ ഫസ്റ്റ് കൺവേഴ്സേഷനും നല്ല രസകരമായിട്ടുള്ള സംഭാഷണമാണ്. അവർ ഖാസ് ഇഷാര കർത്തി, അത് പ്രത്യേകമായൊരു പോയിന്റ് ഔട്ടാണ് ചെയ്യുന്നത്. ഈ സെഷനിൽ ഞാൻ ഇത്രയും പോർഷനാണെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്ത സെഷനിൽ നമ്മൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പോർഷനായിട്ട് തിരിച്ച് കാണാം. ഇതുവരെ പഠിപ്പിച്ച ചാപ്റ്ററിൻ്റെ പോർഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് കണ്ടിട്ട് റിവ്യൂ ചെയ്യും. നന്നായിട്ട് ഇതുവരെ ഉള്ള ഒരു ടോപ്പിക്ക് ശരിക്കും കേട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.